നമസ്തേ. നമ്മുടെ 21 ഡേയ്സ് ചലഞ്ചിൻ്റെ ലാസ്റ്റ് ഡേ ആണെന്ന് പറയുമ്പോൾ ഈ ഒരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ കഴിഞ്ഞ 3 സെഷൻസ് അല്ലേ, 3 വീഡിയോസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഏകദേശം 1 മണിക്കൂറോളമുള്ള 3 സെഷൻസ് ആയിരുന്നു അത് 3 എണ്ണം. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം ഈ ഡേ 1 മുതൽ ഫോളോ ചെയ്ത് വന്നവർക്ക് ഇനി മുതൽ അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് റെഗുലറായിട്ട് വീട്ടിലിരുന്ന് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതികളാണ് ആ 3 സെഷനിലുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടൈം ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ഫസ്റ്റ് ടൈം യോഗയിലേക്ക് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, നമ്മുടെ ഈ സീരീസ് കേട്ടറിഞ്ഞ് വന്നവർ, ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ, അങ്ങനെ ഫസ്റ്റ് ടൈം ആയിട്ട് യോഗയിലേക്ക് ആഗ്രഹത്തോടു കൂടി വന്ന ആളുകളൊക്കെയും ഡേ 1 മുതൽ തന്നെ നിർബന്ധമായിട്ടും ഫോളോ ചെയ്ത് വരണം. ഇനി ലാസ്റ്റ് പാർട്ട് ചെയ്താൽ പോരെ, അത് നോക്കിയാൽ പോരെ എന്ന് വെച്ചാൽ അതിലേക്ക് പോകരുത്. കാരണം ഈ യോഗ എന്ന് പറയുന്ന ജേണി ഒരു എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരുപാട് ആസനാസും അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുന്ന ഒരു ജേണി മാത്രമല്ല, അതിലൂടെ നമുക്ക് ഒത്തിരി അനുഭവങ്ങൾ സംവദിക്കാനുണ്ട്. ഓർമ്മകൾ, അനുഭവങ്ങൾ, നമുക്ക് കിട്ടിയ അനുഭവങ്ങൾ. അപ്പോൾ നമുക്ക് കിട്ടിയ ഈ അനുഭവമാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിപ്പോൾ ദിവസവും വീട്ടിലിരുന്ന് ചെയ്യുന്നതിനാണെങ്കിലും അതെ, ഏത് രീതിക്കാണെങ്കിലും ശരി, ടീച്ചിങ്ങിനാണെങ്കിലും ശരി, ഏത് രീതിക്കാണെങ്കിലും. അപ്പോൾ ഡേ 1 മുതൽ പരിചയപ്പെട്ട് തുടങ്ങി വരിക, അവസാനം എത്തുമ്പോൾ ഒരു കൺക്ലൂഷൻ അല്ലേ? അത്രയും ദിവസത്തെ കാര്യങ്ങൾ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള സെഷനാണ്. അപ്പോൾ ഈ ലാസ്റ്റുള്ള 3 വീഡിയോസും നിങ്ങൾക്ക് പ്ലേ ചെയ്ത് വെച്ചിട്ട് അങ്ങനെ തന്നെ ചെയ്തു പോകാവുന്നതാണ്, കംപ്ലീറ്റ് ചെയ്യുക. കുറച്ച് ദിവസം അത് മാറി മാറി ചെയ്തു നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് സ്വന്തമായിട്ടും കിടക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് ആക്ടിവിറ്റി ആയിട്ട് ചെയ്യുന്നില്ല. ഇതിൻ്റെ ഇനി മുതൽ ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ എന്താ പറയുക, ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ, രീതികൾ, അതൊക്കെയാണ് നമ്മൾ ഇന്ന് പറഞ്ഞു പോകുന്നത്. ഫസ്റ്റ് വൺ, ഇത്രയും ദിവസം നമ്മൾ ചെയ്തു, അതിനിടയ്ക്ക് ഏകദേശം 1 മന്തിന് മേലെ ഒരു ബ്രേക്ക് വന്നു. ഉറപ്പായിട്ടും വീണ്ടും കണക്ഷനൊക്കെ ഒന്ന് പോയിട്ടുണ്ടാവും. അതല്ല, നിങ്ങളത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ കണക്ഷൻ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ മുൻപുള്ള വീഡിയോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക, ചെയ്ത് വന്നവർ കേട്ടോ. ഫസ്റ്റ് ടൈം വരുന്നവർ ആദ്യം മുതലേ ചെയ്ത് നോക്കുക, ഓടിച്ച് വന്ന് നോക്കിയിട്ട് പിന്നെ ഇതിൽ ചെയ്യാം. ഇനിയിപ്പോൾ അന്ന് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും ഇത്രയും നാൾ വരെ ഒരു ആക്ടിവിറ്റിയും ചെയ്തിട്ടില്ല, അന്ന് അവിടെ സ്റ്റോപ്പ് ചെയ്താണ്, അങ്ങനെ ആ ഒരു അവസ്ഥയിലുള്ളതെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നാളെ മുതൽ ഈ ഒരു നമ്മുടെ ലാസ്റ്റ് പാർട്ട് ഫോളോ ചെയ്യണ്ട. കാരണം ഏകദേശം 1 മന്തിന് മേലെയായി. പഴയ ഫസ്റ്റ് ടൈം ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ വീണ്ടും അല്ലേ, ശരീരമൊക്കെ പഴയ അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ച ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വീണ്ടും ആ വാമപ്പും ലൂസനിങ് ഒക്കെ ചെയ്ത് അതിൻ്റെ കൂടെ ചെയ്ത് വന്നിട്ട് ഇത് ഫോളോ ചെയ്താൽ മതി. ഈ ഒരു പ്ലേലിസ്റ്റ് ലൈഫ് ടൈം നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ടാവും, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നോക്കി കാണാവുന്നതാണ്. അതുകൊണ്ട് അത് മിസ്സായി പോകുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യാം കേട്ടോ. റെഗുലറായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ യോഗയോ ഏതെങ്കിലും രീതിയിൽ ചെയ്ത് വന്നവരാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇതിൽ ഭാഗമാകാനും പറ്റും. പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ ബ്രീത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആസനാസ്, ആക്ടിവിറ്റീസ്, ഇതെല്ലാം ചെയ്യുമ്പോൾ ഒരു ആസനം എടുത്താൽ പോലും അതിന് പല സ്റ്റെപ്പുകളുണ്ട് അല്ലേ? ഇപ്പം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു ആസനത്തിൻ്റെ പേര് പറയുന്നു, ഇന്ന ആസനമാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ചെയ്യാൻ ഒരു ബിഗിനർക്ക് ഒരിക്കലും പറ്റില്ല. അപ്പോൾ അതിനെ നമ്മൾ 1, 2, 3 സ്റ്റെപ്പായി ഡിവൈഡ് ചെയ്യും. അതിലൊരു പ്രൈമറി സ്റ്റേജ് പരിചയപ്പെട്ട് ശരീരമൊക്കെ ഒന്ന് ഡെവലപ്പ് ആകുമ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കും. അങ്ങനെയാണ് ഇതിലേക്ക് പോകുന്നത്. അല്ലാതെ ഒരിക്കലും ബ്രീത്ത് വർക്ക് ആണെങ്കിലും പ്രാണായാമമാണെങ്കിലും യോഗ ആസനയാണെങ്കിലും ഡയറക്റ്റ് അതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു രീതിയിലേക്ക് ചാടാനോ ചെയ്യാനോ ശ്രമിക്കരുത്. ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. അപ്പോൾ ഈ ശരീരത്തിനെ ഒന്ന് മെരുക്കിയെടുക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല, നിങ്ങൾക്ക് അറിയാം. പക്ഷെ അതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മനസ്സിൻ്റെ കേസ് എന്ന് പറയുമ്പോൾ. നമ്മൾ പ്രാണായാമങ്ങളും മെഡിറ്റേഷനും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എത്രത്തോളം ഫോക്കസ്ഡ് ആണെന്നുള്ളത് അല്ലേ? ഫോക്കസ്ഡ് ആയി വരാൻ വളരെ പ്രയാസമാണ്. ചെതറിക്കിടക്കുന്ന മനസ്സ് ഒന്ന് ഒതുക്കി പിടിച്ച് കൊണ്ടുവരണമെങ്കിൽ കുറച്ച് പണിയാണ്. അപ്പോൾ അതിലേക്കുള്ള ചവിട്ടുപടികളാണ് ആസനാസ്, പ്രാണായാമം, മെഡിറ്റേഷൻ, ഇതൊക്കെ 1 by 1 അങ്ങനെ പോകുമ്പോൾ. അപ്പോൾ നമ്മൾ ഒരിക്കലും ബലം പ്രയോഗിച്ചിട്ട് ശരീരത്തിനെയോ മനസ്സിനെയോ മെരുക്കിയെടുക്കാൻ നോക്കേണ്ട കാര്യമില്ല. നമുക്കൊരു ലിമിറ്റ് ഉണ്ടാവും. നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്നൊരു ലിമിറ്റ് ഉണ്ടാവും. ആ ലിമിറ്റ് 100% ചെയ്യാം. അപ്പോൾ 100% എങ്ങനെ ചെയ്യും? അതായത് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇപ്പോൾ ശരീരം, ഞാനിപ്പോൾ എൻ്റെ ജോയിൻ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് അത് അറിയുക, ജോയിൻ്റ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇന്ന മസിൽസ് അതിൽ ആക്റ്റീവ് ആവുന്നു, അതിൻ്റെ കൂടെ ഞാനൊരു ബ്രീത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. പ്രസന്റ് മൊമെന്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടേ ഇരിക്കുക. അതാണ് 100% ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഓരോ മൂവിങ്ങും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടുള്ള ഒരു 1 അവർ ആവട്ടെ അല്ലെങ്കിൽ റെഗുലർ ആയിട്ടുള്ള സാധനയാവട്ടെ നിങ്ങളുടെ ഓരോ ദിവസത്തതും, അങ്ങനെ നിങ്ങൾ ശ്രദ്ധയോടെ ചെയ്യുമ്പോൾ സമയത്തിനല്ല പ്രാധാന്യം. ഇപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ ചെയ്തു എന്ന് പറയുന്നതിലല്ല, കുറച്ച് സമയമാണ് ചെയ്തതെങ്കിലും ആ സമയം അത്രയും മനസ്സ് അതിൻ്റെ കൂടെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉറപ്പ് തരികയാണ്, ഏകദേശം ഒരു 21 ഡേയ്സ് ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങളുടെ വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടാവും, ഫിസിക്കലി, മെൻ്റലി. ഫസ്റ്റ് നമ്മുടെ മനസ്സും നമ്മുടെ ചക്രാസ്, എനർജീസ് ഒക്കെ ഒന്ന് ബാലൻസ്ഡ് ആവാൻ തുടങ്ങും, അല്ലെങ്കിൽ ആക്റ്റീവ് ആവാൻ തുടങ്ങും. ആ സമയത്ത്
നമ്മൾ ആഗ്രഹിക്കുന്നത് പോലുള്ള ഒരു കാര്യത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും മുറിഞ്ഞു പോവാതെ. ശരീരം നമ്മളറിയാതെ വഴങ്ങി കിട്ടും. അങ്ങനെ കുറേ മാജിക്കുകൾ അവിടെ സംഭവിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട്. കൂടാതെ നമ്മൾ യോഗ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സെഷൻസിലാണെങ്കിൽ കാണാറുണ്ട് എപ്പോഴും, പ്രത്യേകിച്ച് ലേഡീസ് ആണെങ്കിൽ നമുക്ക് ഓരോ കാര്യം ചെയ്യുമ്പോഴും അവർക്ക് അല്ലേ ഡ്രസ്സ് താഴ്ത്തി ഇടേണ്ടി വരും, നേരെ നിൽക്കേണ്ടി വരും, മുടി കെട്ടേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ സൂര്യ നമസ്കാരം ചെയ്യാണ്, ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും എഴുന്നേറ്റ് എന്നിട്ട് ഡ്രസ്സ് റെഡിയാക്കേണ്ടി വരും. അപ്പോൾ അത് വല്ലാത്തൊരു ഡിസ്റ്റർബൻസ് അല്ലേ? നിങ്ങളെ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രീതികൾ ഉണ്ടാവാതിരിക്കട്ടെ. ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലം വേറെ ഒരു ബാഡ് സ്മെല്ലൊന്നും ഇല്ലാത്ത ഫ്രഷ് എയർ ഉള്ളൊരു സ്ഥലം, കുറഞ്ഞ സ്ഥലം പോലെ ഒരു മാറ്റ് ഇടാനുള്ള സ്പേസ് മതി. നല്ല സ്മെല്ല് ഒരു ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെക്കുക, അല്ലെങ്കിൽ രാവിലെയൊക്കെ ആണെങ്കിൽ വിളക്കൊക്കെ കത്തിച്ച് വെക്കുക. കുളിച്ചിട്ടാണെങ്കിൽ ഏറ്റവും ഉത്തമം, കുളി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ കൈകാൽ കഴുകിയിട്ടോ നമ്മൾ സാധനയിലേക്ക് കിടക്കുക. എംപ്റ്റി സ്റ്റൊമക്കായിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ഇത്ര അയഞ്ഞ വസ്ത്രങ്ങൾ ഇടുക. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് അതിലേക്ക് കിടക്കുക. അതേപോലെ ആക്ടിവിറ്റി ലെവലിൽ ആസനാസ് ചെയ്യുമ്പോൾ നമുക്ക് യോഗ ബ്ലോക്കുകൾ, സ്ട്രാപ്പ്, പില്ലോസ് ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഓരോ ശരീരം ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് നിൽക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവിടെ എവിടെയാണ് സപ്പോർട്ട് വേണ്ടത് അവിടെ ആ സപ്പോർട്ട് വെച്ച് കൊടുത്തിട്ട് ആ രീതിയിൽ ചെയ്യുക. അതേപോലെ ബ്രീത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ഫോഴ്സ്ഫുള്ളി ഉള്ള ബ്രീത്തിൻ്റെ രീതികളുണ്ട്, ലോങ് ബ്രീത്ത് ചെയ്യുന്ന രീതികളുണ്ട്, ഹോൾഡ് ചെയ്യുന്ന രീതികളുണ്ട്. നമ്മുടെ സെഷനിലുള്ള കാര്യമല്ല പറഞ്ഞേ, എന്നാലും അതിലുള്ളതാണെങ്കിൽ പോലും നമ്മൾ ഒത്തിരി നമ്മൾ ഒത്തിരി ബലം പിടിച്ച് ബുദ്ധിമുട്ടിക്കൊണ്ടൊരു ബ്രീത്ത് എടുക്കാതെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഒരു ലെവൽ അറിഞ്ഞുകൊണ്ട് ഓരോന്നും പ്രാക്ടീസ് ചെയ്യുക, പതുക്കെ പതുക്കെ പ്രാക്ടീസ് ചെയ്യുക. ഇല്ല, എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് അങ്ങനെ ഒരു ഉദാഹരണമുണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു ഡ്രൈവിംഗ് പഠിക്കുന്നു, സ്വിമ്മിങ് പഠിക്കുന്നു, എന്തിനും എല്ലാത്തിനും ഉദാഹരണങ്ങളുണ്ട്. നമ്മളിതെല്ലാം സ്റ്റെപ്പായിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ സമയമെടുത്ത് നമ്മൾ പതുക്കെ പതുക്കെ ഓരോന്നും പ്രാക്ടീസ് ചെയ്ത് വരിക. അപ്പോൾ ഫസ്റ്റിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധ വെക്കുന്ന ഒരാൾക്കാണ് ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ കാര്യം ഒരു വഴിക്ക് നടക്കും, മനസ്സ് വേറെ പല വഴിക്കും നമ്മൾ അറിയാതെ ഓടുന്നുണ്ടാവും. നമ്മൾ അറിയില്ല, നമ്മൾ വിചാരിക്കും നമ്മൾ ഇവിടെ നിൽക്കുന്നുണ്ടെന്ന്, നമ്മൾ അറിയാതെ പോകുന്നുണ്ടാവും. അപ്പോൾ മാക്സിമം ഫസ്റ്റ് പ്രയോറിറ്റി ശ്രദ്ധ, ചെയ്യുന്ന കാര്യത്തിൽ മാക്സിമം ഫോക്കസ് ആവുക, എന്നിട്ട് പതുക്കെ പതുക്കെ ചെയ്തു തുടങ്ങുക. അപ്പോൾ മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ നമ്മുടെ യോഗയുമായിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ടിപ്സുകളായിട്ടും പുതിയ അറിവുകളായിട്ടൊക്കെ നമ്മളെ വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. അപ്പോൾ ഇത് ഫോളോ ചെയ്യുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻസും പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ചെയ്തു പോകാനും സാധിക്കുന്നതായിരിക്കും. പറഞ്ഞ എല്ലാ കാര്യങ്ങളും വ്യക്തമായെന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു സെഷൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ചലഞ്ചിന് ഇടയിൽ വലിയൊരു ഗ്യാപ്പ് വന്നതിലൊരു ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ. അതിൻ്റെ റീസൺ വ്യക്തമായിട്ട് പറഞ്ഞു പോയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ കേൾക്കുക, ആദ്യം മുതലേ ഫോളോ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.